ഒരു വെറൈറ്റി നാരങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ? ഒരു ഫുൾ നാരങ്ങ അച്ചാർ അങ്ങനെ തന്നെ. അപ്പം നമ്മളിത് ആദ്യം തന്നെ നാരങ്ങ നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നതിന് ശേഷം വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാണ്ട് നന്നായിട്ട് തുടച്ച് ഉണക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നാരങ്ങ കട്ട് ചെയ്യുന്നത് ഇതുപോലാണ്. വേർട്ടിക്കലായിട്ടൊരു കട്ട്, പിന്നെ ഹൊറിസോണ്ടലായിട്ടൊരു കട്ട്. അപ്പം പക്ഷേ നമ്മൾ നാരങ്ങ മൊത്തത്തിൽ നമ്മൾ മുറിച്ച് കളയുന്നില്ല കേട്ടോ. ഇങ്ങനെ അതിൻ്റെ മുകളിൽ തന്നെ വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള പൊടികൾ ഉണ്ടാക്കാം. അപ്പോൾ പൊടിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ 1 സ്പൂൺ പെരിഞ്ചീരകം, 1 സ്പൂൺ കടുക്, ഒരു 1/2 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് സാദാ ജീരകവും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് നന്നായിട്ട് വറുത്ത് ആ കടുക് പൊട്ടുന്നത് വരെ വറുത്തെടുക്കുക. എന്നതിന് ശേഷം നമ്മളിത് പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ആവശ്യമുള്ള സാധനം പഞ്ചസാരയാണ്. നമ്മൾ പഞ്ചസാര ഒരു 4 സ്പൂൺ പഞ്ചസാര നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഈ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന പൊടി മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 8 നാരങ്ങ കേട്ടോ. അപ്പോൾ ഇത് പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ നാരങ്ങയ്ക്കകത്തോട്ട് ഇതുപോലെ കേട്ടോ നമ്മുടെ മുളക് പൊടി മിക്സ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലായിടവും ആ പൊടി ഉള്ളിലോട്ട് ചെല്ലുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കുത്തി നിറച്ച് വയ്ക്കുക ആക്ച്വലി. അപ്പോൾ അങ്ങനെ നിറച്ച് വെച്ചിട്ട് നമ്മുടെ ബൗളിനകത്തോട്ട് ഞാൻ അടിയിൽ ആദ്യം കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്നത് പോലെ ആ കുപ്പിക്കകത്ത് ഫില്ലാവുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് തിളപ്പിച്ച എണ്ണ ഒഴിക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് നല്ലെണ്ണയാണ്. ഞാനൊരു 6 സ്പൂണ് നല്ലെണ്ണ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ ചൂടോട് കൂടാണ് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ച് വയ്ക്കുക. ഇനി ഒരു 7-8 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നാരങ്ങ അച്ചാർ സെറ്റായിട്ടുണ്ടാവും. അപ്പം സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഒരു 7 ദിവസം കഴിയുമ്പം കാണിക്കാം. അപ്പം അത്രയേ ഉള്ളൂ. സീൻ അനദർ വീഡിയോ. ബൈ.